പ്രൈം ടൈം വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വാർത്താ ദിനത്തിൽ പുറത്തുവന്ന മുഴുവൻ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെയും ഇനിയുള്ള 1 മണിക്കൂർ സമയം നമ്മൾ കടന്നുപോകും. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം നടത്തണം എന്നാണ് ആവശ്യം. ജുഡീഷ്യൽ സമിതിക്ക് അന്വേഷണ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പാറയുടേതാണ് ഹർജി. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ സുപ്രീം കോടതി വളരെ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്, അതിൻ്റെ വിവരങ്ങൾ തേടുന്നുണ്ട്, 3 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഒരു ഇത് കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി വരികയാണ്. അത് പ്രധാനവുമാണ്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ അച്യുതൻ? റിജിത്ത്, ഈ യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും ഇത്തരത്തിൽ പണം കത്തിക്കരിഞ്ഞ നിലയിൽ പണം കണ്ടെത്തിയ ഒരു സംഭവം, ആ സംഭവത്തിന് പിന്നാലെ സുപ്രീം കോടതി റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 3 അംഗ സമിതിയെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നിയോഗിച്ചിരുന്നു. എന്തായാലും ആ സമിതിയെ നിയോഗിച്ചതിന് പിന്നാലെയാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നൊരു കാര്യം, ജുഡീഷ്യൽ സമിതിക്ക് അന്വേഷണ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. മറിച്ച് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസെടുക്കണം, അത് FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യമാണ് ഹർജിയിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അഭിഭാഷകൻ മാത്യു നെടുമ്പാറയാണ് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഇതിൽ സുപ്രീം കോടതിയുടെ 3 അംഗ സമിതി അന്വേഷണം ആരംഭിക്കാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഡൽഹി പോലീസ് ഇദ്ദേഹത്തിൻ്റെ യശ്വന്ത് വർമ്മയുടെ ഈ കാൾ റെക്കോർഡ് അടക്കമുള്ള, അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ, കോൾ ലിസ്റ്റ് അടക്കമുള്ള വിവരങ്ങൾ കൈമാറുകയും ചീഫ് ജസ്റ്റിസിന് കൈമാറുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുന്നത്. എന്തായാലും നാളെ ഇതൊരു പക്ഷേ മെൻഷൻ ചെയ്യുകയും ഇതിൽ എന്താണ് ഈ ഹർജി ഫയലിൽ സ്വീകരിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ നടപടിക്രമങ്ങൾ നാളെയായിരിക്കും ഉണ്ടാവുക. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ആവശ്യം, ഈ ഹർജിയിൽ പറയുന്നത് പോലൊരു ആവശ്യത്തിലേക്ക് കടന്നാൽ അത് യശ്വന്ത് വർമ്മയെ കൂടുതൽ കുരുക്കിലാക്കുന്ന ഒന്നുകൂടി ആയിരിക്കും. നിലവിൽ ഈ ജുഡീഷ്യൽ സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കാനായി ഒരുങ്ങുന്നത്. ചീഫ് ജസ്റ്റിസ് ഒരു റിപ്പോർട്ടും കൈമാറിയിരുന്നു. യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്നാണ് ഈ പണം കണ്ടെത്തിയത് അടക്കമുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് റിപ്പോർട്ട് കൈമാറിയത്. എന്തായാലും ഇതിനെല്ലാം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. സുപ്രീം കോടതിയുടെ 3 അംഗ സമിതി ഇതിന്റെ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. അതിനിടയിലാണ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസെടുത്ത് അന്വേഷണം വേണം എന്നുള്ള ആവശ്യം സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് വരുന്നത്. നാളെ ഒരുപക്ഷെ അതിലൊരു തീരുമാനം കോടതി എടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഡൽഹിയിൽ നിന്ന് അച്യുതൻ റിപ്പോർട്ട് ചെയ്യുന്നത്. എറണാകുളം മലയാറ്റൂരിൽ പെരിയാറിൽ കുളിക്കാനിറങ്ങിയ അച്ഛനും മകനും മുങ്ങി മരിച്ചു. മലയാറ്റൂർ നെടുവേലി വീട്ടിൽ ഗംഗ, മകൻ 7 വയസ്സുകാരൻ ധാർമ്മിക് എന്നിവരാണ് മരിച്ചത്. വൈകിട്ട് 5 മണിയോടെ പുഴയിൽ കുളിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാതായതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം നിലവിൽ മലയാറ്റൂർ സെന്റ് തോമസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മലയാറ്റൂർ സെന്റ് മേരീസ് LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ധാർമ്മിക്. ബ്രെഡ് പാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ച് കടത്തിയ 195 ഗ്രാം MDMA-യുമായി തിരുവനന്തപുരത്ത് 2 പേർ പിടിയിൽ. കൊല്ലത്ത് പിടിയിലായ അനില രവീന്ദ്രന് അന്തർ സംസ്ഥാന ലഹരി മാഫിയയുമായി ബന്ധമുണ്ടെന്ന് പോലീസ് പറയുന്നു. കണ്ണൂരിൽ ലഹരി ഇടപാടുകാരനെ നാട്ടുകാരും എക്സൈസും ചേർന്ന് വീട് വളഞ്ഞിട്ട് പിടികൂടി. കാട്ടാക്കട ആമച്ചൽ സ്വദേശി വിഷ്ണു, തിരുമല സ്വദേശി അനൂപ് എന്നിവരാണ് തിരുവനന്തപുരത്ത് ഡാൻസ് ഓഫിന്റെ പിടിയിലായത്. 7 ബ്രെഡ് പാക്കറ്റുകളിലായാണ് 195 ഗ്രാം ഉണ്ടായിരുന്നത്. വിഷ്ണുവിന്റെ ആമച്ചലിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി മരുന്ന് പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് എത്തിച്ചതാണിവ. 2 പേരും കൊലപാതക കേസിൽ പ്രതികളാണ്. 96.6 ഗ്രാം MDMA-യുമായി കൊല്ലത്ത് പിടിയിലായ അനില രവീന്ദ്രന്റെ അന്തർ സംസ്ഥാന ബന്ധത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. കണ്ണൂരിൽ പിടിയിലായ ലഹരി കടത്തുകാരൻ അനിലയെ ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. ഇയാൾ വഴിയാണ് ബംഗളൂരുവിൽ നിന്ന് അനില MDMA വാങ്ങിയതെന്നാണ് വിവരം. അനില കൊല്ലത്തടക്കം നിരവധി തവണ ലഹരി എത്തിച്ചുവെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ലഹരിക്കടത്തിന്റെ പ്രധാന ക്യാരിയറിൽ ഒരാളാണ് അനില. കഴിഞ്ഞ 4 വർഷമായി ലഹരി സംഘങ്ങളുമായി അനിലയ്ക്ക് ബന്ധമുണ്ടെന്നും ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നുവെന്നും കണ്ടെത്തൽ. സംഭവത്തിൽ അനിലയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. കണ്ണൂർ പുല്ലൂപ്പിയിലാണ് ലഹരി ഇടപാടുകാരനെ വീട് വളഞ്ഞു പിടികൂടിയത്. നാട്ടുകാരും എക്സൈസും ചേർന്നാണ് പുല്ലൂപ്പി സ്വദേശിയായ റോയിയെ പിടികൂടിയത്. ഇയാളുടെ വീട്ടിൽ നിന്ന് 200 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ഡിസംബറിൽ ചിറയൻകീഴിൽ 130 ഗ്രാം MDMA പിടികൂടിയ സംഭവത്തിൽ പ്രധാന പ്രതി പിടിയിലായി. പത്തനംതിട്ട സ്വദേശി അലൻ ഫിലിപ്പാണ് പിടിയിലായത്. തിരുവനന്തപുരം ശ്രീകാര്യത്ത് കൊറിയറിലെത്തിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് പിടിയിലായി. ബംഗളൂരുവിൽ നിന്നെത്തിച്ച 61 കിലോ നിരോധിത ഉൽപ്പന്നങ്ങളാണ് ശ്രീകാര്യം പോലീസ് പിടികൂടിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.
കണ്ണൂർ പാനൂരിൽ CPIM നേതാക്കൾക്ക് ലഹരി കൊട്ടേഷൻ സംഘങ്ങളുടെ പരസ്യ ഭീഷണി. ലഹരി സംഘങ്ങൾക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചതാണ് പ്രകോപനത്തിന് കാരണം. CPIM ചമ്പാട് ലോക്കൽ കമ്മിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. പന്ന്യന്നൂർ പഞ്ചായത്തിലെ അരയാക്കൂൽ മേഖലയിൽ ലഹരി സംഘങ്ങൾക്കെതിരെ ജനകീയ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. പഞ്ചായത്ത് അംഗവും പ്രാദേശിക CPIM നേതാക്കളും വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ലഹരി വിൽപ്പന നടത്തിയ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതാണ് പ്രദേശത്തെ ലഹരി സംഘത്തെ പ്രകോപിപ്പിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് ഡിവൈഎഫ്ഐയുടെ ലഹരി വിരുദ്ധ പ്രകടനം കഴിഞ്ഞു പോവുകയായിരുന്ന പഞ്ചായത്ത് അംഗത്തെയും പ്രാദേശിക CPIM നേതാക്കളെയും തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. എല്ലാ നിലയിലും ഇതിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ലഹരി മാഫിയ സംഘം നമ്മുടെ മേഖലയിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാക്കി ചർച്ചയാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം എതിരായി ശക്തമായ നിലപാടെടുത്തുകൊണ്ട് എക്സൈസും പോലീസും മുന്നോട്ട് പോകണം. ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജാഗ്രതയോടെ സംഘടിപ്പിക്കുമെന്നും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജന്മീന്റെ വീട് ബിജുവിന്റെ നേതൃത്വത്തിലായിരുന്നു ഭീഷണി. ഇയാൾ കുന്നോത്തുപറമ്പിലെ BJP പ്രവർത്തകൻ KC രാജേഷിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ്. അന്ന് ബിജു CPIM പ്രവർത്തകരായിരുന്നു. എന്നാൽ നിലവിൽ ബിജുവിന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്നാണ് CPIMന്റെ വിശദീകരണം. 24 കണ്ണൂർ. എറണാകുളം അങ്കമാലിയിൽ 20 ഗ്രാം MDMA പിടികൂടി. സ്ത്രീ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. ഐശ്വര്യൻ, വിഷ്ണു, സ്വാതി എന്നിവരാണ് പിടിയിലായത്. YS അഭിനന്ദ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അഭിനന്ദ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? അഭിനന്ദ്, റിജിത്ത്, തൃശൂർ ഭാഗത്ത് നിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്ന കാറിൽ നിന്നാണ് ഇവരെ 3 പേരെ പിടികൂടിയിരിക്കുന്നത്. 20 ഗ്രാം MDMA ആണ് ഇവർ 3 പേരിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. ഒരു സ്ത്രീ അടക്കം 3 പേർ സഞ്ചരിച്ച വാഹനത്തിലായിരുന്നു ഡാൻസ് ഓഫ് ടീം പരിശോധന നടത്തുകയായിരുന്നു. 3 പേർ ഐശ്വര്യൻ, സ്വാതി, വിഷ്ണു എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഈ ഡാൻസ് ഓഫ് സംഘം കൂടുതൽ ലഹരി മരുന്ന് ഉപയോഗം ഇവർ നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ലഹരി മരുന്ന് വിൽപ്പന അടക്കം നടത്തുന്നുണ്ടോ എന്നുള്ള അടക്കമുള്ള വിശദമായ അന്വേഷണം ഇപ്പോൾ ഡാൻസ് ഓഫ് സംഘത്തിന്റെ ഭാഗത്തുനിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. 20 ഗ്രാം MDMA ആണ് ഇന്ന് വൈകിട്ടോടുകൂടി പിടികൂടിയത്. ഇവർ 3 പേരും പെരുമ്പാവൂർ സ്വദേശികളാണ്. ഒരു സ്ത്രീ അടക്കമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റീജിത്ത്, ശരി. YS അഭിനന്ദ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ഒരുപാട് പ്രേക്ഷകർ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. ആശാ വർക്കേഴ്സിൻ്റെ സമരം നീണ്ടുപോകുന്നതിൽ അതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്തുനിന്ന് അവർക്ക് അനുകൂലമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന പ്രേക്ഷകരെ കാണാൻ കഴിയുന്നുണ്ട്. SKN നടത്തുന്ന ലഹരിക്കും അക്രമത്തിനുമെതിരായ ജനകീയ യാത്ര, അതിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരുപാട് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ കമൻറ്റുകൾ അയക്കുന്നുണ്ട്. അതുപോലെ ഈ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ടും ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ടും ലഹരി ഉപയോഗിച്ചുള്ള അക്രമങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തുടർച്ചയായി വാർത്തകൾ വരുന്നതിൽ ഉള്ള ആശങ്ക, അതിൽ പരിശോധന കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ഒരുപാട് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈം ടൈമിലേക്ക് വീണ്ടും ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പോകുന്നത് കേരളത്തിലെ BJPയുടെ നേതൃസ്ഥാനത്ത് ഇനി പുതിയ മുഖം വരാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന BJPയുടെ അധ്യക്ഷനാകും. നാളെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം കോർ കമ്മിറ്റി ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു. ഹിന്ദുത്വ വോട്ടുകൾക്ക് പുറമെ കൂടുതൽ വിഭാഗങ്ങളിലേക്ക് എത്താനാകുമോ എന്ന പരീക്ഷണമാണ് രാജീവ് ചന്ദ്രശേഖറിലൂടെ BJP കേന്ദ്ര നേതൃത്വം നടത്തുന്നത്. ഒറ്റപ്പേരിലേക്ക് സംസ്ഥാന ഘടകം എത്താനാണ് കേന്ദ്ര നേതൃത്വം ആദ്യം നിർദ്ദേശിച്ചത്. K. സുരേന്ദ്രൻ തുടരണമെന്ന നിലപാട് ഒരു വിഭാഗം ശക്തമായി ഉന്നയിച്ചു. ശോഭാ സുരേന്ദ്രന്റെ പേര് സുരേന്ദ്രൻ വിരുദ്ധപക്ഷം മുന്നോട്ട് വെച്ചു. സുരേഷ് ഗോപിയുടേതടക്കം പിന്തുണ തുടക്കത്തിൽ ശോഭാ സുരേന്ദ്രനായിരുന്നു. സംസ്ഥാന നേതാക്കൾക്കിടയിൽ ഒറ്റപ്പേരിലേക്ക് എത്താനാവാത്ത സാഹചര്യത്തിൽ കേന്ദ്ര നേതാക്കളുടെ തീരുമാനം നിർണായകമായി. പാർട്ടിയിലേക്ക് കൂടുതൽ വിഭാഗങ്ങളെ എത്തിക്കാനുള്ള ശ്രമം വേണമെന്നതും ക്രൈസ്തവ സഭാ നേതാക്കളുമായുള്ള അടുത്ത ബന്ധവും രാജീവ് ചന്ദ്രശേഖരന് തുണയായി. BDJSനും രാജീവ് ചന്ദ്രശേഖരനോടായിരുന്നു താൽപ്പര്യം. ഞങ്ങൾ സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ചേർന്നു. പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി ഞങ്ങളുടെ മുൻപാകെ വെച്ചു. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തു. പാർട്ടിയുടെ വോട്ട് വിഹിതം ഉയർത്തുകയും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്യാനുള്ള തന്ത്രങ്ങൾക്കാകും BJP കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖറെ മുൻനിർത്തി രൂപം നൽകുക. ആദ്യ പടിയെന്ന നിലയിൽ സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിക്കും. സ്ത്രീകൾ, യുവാക്കൾ, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ
എന്നിവർക്ക് കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതാകും പുതിയ സംസ്ഥാന കമ്മിറ്റി. വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടാകില്ലെന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. RSSന്റെ ഭാഗത്തുനിന്നും സംഘടനാ ജനറൽ സെക്രട്ടറിയെ കൂടി നൽകുന്നതോടെ പുതിയ ടീം BJPക്കായി സംസ്ഥാനത്ത് സജ്ജമാകും. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. മൂന്നാം തവണയും കേരളത്തിൽ ഭരണം നേടാൻ ലക്ഷ്യമിടുന്ന ഇടതുമുന്നണിയുടെ വികസന രാഷ്ട്രീയത്തിന് ബദലായി BJP നടത്തുന്ന പരീക്ഷണമാണ് രാജീവ് ചന്ദ്രശേഖർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30ഓളം സീറ്റുകളും നേടുകയുമാണ് രാജീവ് ചന്ദ്രശേഖറിന് മുന്നിലുള്ള രാഷ്ട്രീയ വെല്ലുവിളി. ഗ്രൂപ്പ് പോരും പടലപ്പിണക്കവും ശക്തമായ കേരള ഘടകത്തെ ഒറ്റക്കെട്ടായി നയിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിന് മുന്നിലുള്ള ദുഷ്കരമായ ദൗത്യം. പുറമേക്ക് പുരോഗമനമെങ്കിലും മതസാമുദായിക ചിന്തകൾ ആഴത്തിൽ വേരോടിയിരിക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം BJPയുടെ കടന്നുവരവിന് പരിപാകമാണെന്നാണ് സംഘപരിവാറിന്റെ വിലയിരുത്തൽ. എന്നാൽ ആ രാഷ്ട്രീയ അന്തരീക്ഷം മുതലാക്കാൻ BJPക്ക് വിശ്വാസത്തിലുള്ള നേതൃത്വമില്ലെന്നും സംഘപരിവാർ വിലയിരുത്തിയിട്ടുണ്ട്. ഇതിനുള്ള ഉത്തരമാണ് വ്യവസായിയും ടെക്നോക്രാറ്റുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ BJP സംസ്ഥാന അധ്യക്ഷനായുള്ള നിയമനം. പരമ്പരാഗതമായി BJPക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾക്കപ്പുറം കടന്ന് നിഷ്പക്ഷമതികളായവരെയും യുവാക്കളെയും കൂടി ആകർഷിച്ചാൽ മാത്രമേ ഇടത് വലത് മുന്നണികൾ കുത്തകയാക്കി വെച്ചിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് ഇടം ലഭിക്കൂ. അത് രാജീവ് ചന്ദ്രശേഖറിലൂടെ കഴിയുമോ എന്നാണ് BJPയുടെ പരീക്ഷണം. മൂന്നാം തവണയും ഭരണത്തുടർത്ത് ലക്ഷ്യമിട്ട് നീങ്ങുന്ന ഇടതുമുന്നണി വികസന രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. അതിനുള്ള കൃത്യമായ ബദൽ കൂടിയായിട്ടാണ് രാജീവ് ചന്ദ്രശേഖറിനെ BJP അവതരിപ്പിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ അറിയപ്പെടുന്ന വ്യവസായിയും സംരംഭകനുമായ രാജീവ് ചന്ദ്രശേഖറിലൂടെ BJP കേരള ഘടകത്തിന് പ്രൊഫഷണൽ മുഖം നൽകാനും ദേശീയ നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അങ്ങേയറ്റം രാഷ്ട്രീയ സാന്ദ്രതയുള്ള കേരളത്തിൽ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ലാത്ത രാജീവ് ചന്ദ്രശേഖറിന് എങ്ങനെ പിടിച്ചു നിൽക്കാനാകുമെന്നതാണ് പ്രധാന പ്രശ്നം. സങ്കീർണമായ സാമൂഹിക ഘടനയും രാഷ്ട്രീയ സാമുദായിക ഉൾപ്പിരിവുകളുമുള്ള കേരളത്തിൽ ഉയർന്നു വരുന്ന എല്ലാ വിഷയങ്ങളിലും പ്രതികരണം നടത്താൻ അദ്ദേഹത്തിന് നല്ല അധ്വാനം വേണ്ടിവരും. ഇതിനേക്കാൾ ഉപരി ഗ്രൂപ്പ് പോലും ശക്തമായ കേരളത്തിലെ BJPയെ എങ്ങനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കുക എന്നതും ദുഷ്കരമായ ദൗത്യമാണ്. വിദ്യാർത്ഥി പക്ഷത്തിലൂടെയും മറ്റും രാഷ്ട്രീയം തുടങ്ങി BJPയുടെ നേതൃനിരയിലേക്ക് വന്നവരെയെല്ലാം ഒറ്റയടിക്ക് പിന്തള്ളി രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ പദവിയിലേക്ക് കടന്നിരുന്നതിനെതിരെ BJPയിൽ അസ്വസ്ഥത ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇതിനെ നേരിടാൻ ദേശീയ നേതൃത്വത്തിൻ്റെ അളവറ്റ പിന്തുണ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കയ്യിലുള്ള മരുന്ന്. ഈ വർഷം ഡിസംബറിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടുക എന്നതും രാജീവ് ചന്ദ്രശേഖറിന് മുന്നിലുള്ള രാഷ്ട്രീയ വെല്ലുവിളിയാകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30 സീറ്റിലെങ്കിലും ജയിക്കണമെന്നാണ് BJPയുടെ ലക്ഷ്യം. അത് അപ്രാപ്യമില്ലെന്ന തരത്തിലുള്ള ചില പഠനങ്ങളും BJP നടത്തിയിട്ടുണ്ട്. ലക്ഷ്യം ഭാഗികമായെങ്കിലും നേടാനായാൽ കേരളത്തിലെ BJP രാജീവ് ചന്ദ്രശേഖറിൻ്റെ കയ്യിലിരിക്കും. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടവരിൽ പ്രധാനിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. എന്നാൽ ഗ്രൂപ്പിന് അതീതമായി ഒരാൾ വേണമെന്ന ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ശോഭാ സുരേന്ദ്രന് തിരിച്ചടിയായി. ഇക്കുറി തികഞ്ഞ പ്രതീക്ഷയിലായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ഇത്രയും അനുകൂലമായ അന്തരീക്ഷം മുൻപെങ്ങും ഉണ്ടായിട്ടില്ല. കൃഷ്ണദാസ് പക്ഷവും സുരേഷ് ഗോപിയും അടക്കമുള്ളവരുടെ പിന്തുണ നിർലോഭം കിട്ടി. ഡൽഹി കേന്ദ്രീകരിച്ച് ശോഭ നേരിട്ട് അധ്യക്ഷ പദത്തിനായി ചരടുവലികൾ നടത്തി. എന്നിട്ടും അവസാന ലാപ്പിൽ ഓടിക്കയറിയത് രാജീവ് ചന്ദ്രശേഖർ ആണ്. ഗ്രൂപ്പ് പോരും കെ സുരേന്ദ്രൻ വിഭാഗത്തിന്റെ കടുത്ത എതിർപ്പും ശോഭാ സുരേന്ദ്രന് തിരിച്ചടിയായി എന്നാണ് കണക്കുകൂട്ടൽ. അതിൻ്റെ എല്ലാ നീരസവും കോർ കമ്മിറ്റി യോഗം കഴിഞ്ഞിറങ്ങിയ ശോഭാ സുരേന്ദ്രന്റെ മുഖത്ത് വായിച്ചെടുക്കാനുമായി. രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുവരെയും ഹോട്ടലിനുള്ളിൽ തങ്ങിയ ശോഭാ സുരേന്ദ്രൻ അതിനുശേഷമാണ് പുറത്തേക്ക് പോകുന്നത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരണം ഉണ്ടായതുമില്ല. ഇതോടെ ശോഭ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന പ്രതീതി പരന്നു. എന്നാൽ BJP ഓഫീസിലെ പരിപാടികൾ അവസാനിച്ചതിന് പിന്നാലെ ശോഭാ സുരേന്ദ്രൻ പാർട്ടി ഓഫീസിലെത്തി. രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് ഏകകണ്ഠമായി ആയിരുന്നുവെന്നും പുതിയ പ്രസിഡന്റിന് എല്ലാ പിന്തുണയെന്നും ശോഭ പ്രതികരിച്ചു. എല്ലാ കുറ്റങ്ങളും മാധ്യമങ്ങൾക്ക് മേൽ ചാരുകയും ചെയ്തു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സിഗ്നേച്ചർ ചെയ്തുകൊണ്ടല്ലേ നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഒരു ചോദ്യത്തിന് തന്നെ എന്താണ് അടിസ്ഥാനമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. BJP രാജീവ് ചന്ദ്രശേഖറിലൂടെ സംസ്ഥാനത്ത് പുതിയ സാധ്യതകൾ തേടുമ്പോൾ ശോഭാ സുരേന്ദ്രന്റെ ഭാവി എന്താകുമെന്ന ചോദ്യം ഉയരുകയാണ്. വിശേഷിച്ചും ഗ്രൂപ്പ് സമവാക്യങ്ങൾ ആകെ മാറിമറിയുമെന്ന് ഉറപ്പുള്ളപ്പോൾ. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. കേരളത്തിൽ BJPയുടെ ശക്തി വർദ്ധിച്ചെന്ന് സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുന്ന കെ സുരേന്ദ്രൻ. പുതിയ നേതൃത്വത്തിന്റെ കീഴിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റം നടത്തും. BJP അധ്യക്ഷ സ്ഥാനത്ത് തുടരാമെന്ന് കരുതിയിട്ടില്ല എന്നും കെ സുരേന്ദ്രൻ 24നോട് പറഞ്ഞു.
അല്ല, ഒരു വ്യക്തി മാറുന്നത് കൊണ്ട് എല്ലാം മാറുകയല്ല, ഒരു ടീമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ടീം ശക്തമായിട്ട് മുമ്പോട്ട് പോകും. ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങൾ എന്തെല്ലാം അഭ്യൂഹങ്ങൾ പരത്തി. പക്ഷേ കേരളത്തിലെ BJP എത്രമാത്രം മെച്യൂരിറ്റിയോടുള്ള ഒരു ലീഡർഷിപ്പാണെന്ന് നിങ്ങൾക്കിന്ന് ബോധ്യമായി കാണില്ലേ? ആ രീതിയിലാണ് BJP പോകുന്നത്. വളരെ ശക്തമായിട്ട് ഐക്യത്തോടുകൂടി. ഞങ്ങളുടെ ലക്ഷ്യം പാർട്ടിയേക്കുള്ളിലെ മത്സരമല്ല, പുറത്തുള്ള മത്സരമാണ്. ഇനിയിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു, അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്യും. ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും മുന്നിൽ വരുന്ന മുന്നണിയായിട്ട് മാറണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആര് വേണമെങ്കിലും BJP അധ്യക്ഷനാകട്ടെ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. BJP ഐഡിയോളജിയോടാണ് പോരാട്ടമെന്നും വ്യക്തികൾക്കെതിരെയല്ല എന്നും VD സതീശൻ പറഞ്ഞു. ആര് വിചാരിച്ചാലും BJPയെ രക്ഷപ്പെടുത്താനാകില്ല എന്നായിരുന്നു CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ പ്രതികരണം. അത് നമുക്കറിയില്ല, അവരിഷ്ടമുള്ള ആളെ അവരുടെ പ്രസിഡന്റ് ആക്കട്ടെ, നമുക്കെന്താ പ്രശ്നം? നമുക്കതിനകത്ത് ഞങ്ങൾ വേറെ പാർട്ടികളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാറില്ല. BJPയുടെ പ്രസിഡന്റിനെ ഉണ്ടാക്കുന്നത് നമ്മുടെ ജോലിയല്ലല്ലോ. അവർ ആരെ വേണേലും പ്രസിഡന്റ് ആക്കട്ടെ. നമ്മൾ അവരോടല്ലല്ലോ, വ്യക്തികളോടല്ലല്ലോ ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ അവരുടെ ഐഡിയോളജിയോടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അത് തുടരും. BJPക്ക് ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ് വേണ്ടേ? അവർ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. അതൊരു സംഘടനാപരമായ ദൗത്യമല്ലേ, അതവർ നിർവഹിച്ചു. BJP എന്ന് ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. RSS നയിക്കുന്ന ഒരു സംഘടനയാണ് BJP. RSS ഒരു ഫാസിസ്റ്റ് സംഘടനയാണ്. ജനാധിപത്യം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു സംഘടനയാണത്. BJP കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സവർക്കർ വിമർശനമുള്ള SFI ബാനറിൽ അതൃപ്തി പരസ്യമാക്കിയ ഗവർണർ രാജേന്ദ്ര അർലേക്കറിന് കരുതലോടെ മറുപടിയുമായി CPIM. സവർക്കർ വിമർശനം CPIM SFI നേതാക്കൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഗവർണറെ പേരെടുത്ത് വിമർശിക്കുന്നില്ല. സംസ്ഥാന സർക്കാരുമായി സഹകരിക്കുന്ന ഗവർണറുമായി ഏറ്റുമുട്ടലിനില്ല എന്ന സൂചനയാണ് നേതാക്കളുടെ വാക്കുകളിലുള്ളത്. You do now whatever you want to do with the Chancellor, but what bad things Savarkar has done? If you go through his educational thinking, you will understand what he has given to this society. ചാൻസലറെ വേണം, സവർക്കറെ വേണ്ട എന്നെഴുതിയ SFI ബാനറിലാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ വിയോജിപ്പ് പരസ്യമാക്കിയത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായ സമയത്ത് സ്ഥാപിച്ച ബാനർ പിന്നാലെ അധികൃതർ മാറ്റി. ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി നൽകിയ ആളാണ് സവർക്കർ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. സവർക്കർ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരാളാണ്. അത്രേ ഞാൻ പറഞ്ഞു. EMS എല്ലാവരും തന്നെ പറഞ്ഞു. പുത്രനൊക്കെ മഹാനം തന്നെയാണ്. എന്നാൽ ഗവർണറുടെ പേരെടുത്ത് വിമർശിക്കാൻ MP ഗോവിന്ദൻ തയ്യാറായില്ല. സവർക്കർ വിമർശനം ആവർത്തിച്ചെങ്കിലും ഇപ്പോഴത്തെ ഗവർണറുമായി ഏറ്റുമുട്ടാനില്ലെന്ന സൂചനയാണ് SFI പ്രതികരണത്തിലുള്ളത്. സവർക്കർ ആരായിരുന്നു എന്ന് നമ്മൾ പഠിക്കുക വേണം, തർക്കമൊന്നുമില്ല. ഞങ്ങളത് പഠിച്ചിട്ടുണ്ട്. സവർക്കർ ആരായിരുന്നു എന്നും സവർക്കറെ കുറിച്ചും പഠിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അദ്ദേഹം മഹാത്മാഗാന്ധിയെ കൊന്ന കേസിലെ പ്രതിയായിരുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും സവർക്കറെ എല്ലാവരും പഠിക്കണം. പോസ്റ്റർ ഒരിക്കലും ഇദ്ദേഹത്തിനെതിരെ വെച്ചതല്ല, അർലേക്കർക്കെതിരെ വെച്ചതല്ല, അത് വെച്ചത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം ഗവർണറായ രാജേന്ദ്ര അർലേക്കർ സംസ്ഥാന സർക്കാരുമായി ചേർന്നാണ് മുന്നോട്ടു പോകുന്നത്. അതിനാൽ ഗവർണറെ പ്രകോപിപ്പിക്കുന്ന നിലപാട് വേണ്ടെന്നാണ് ധാരണ. 24 ഡൽഹി. പ്രായപരിധി മാനദണ്ഡങ്ങളിൽ PB അംഗങ്ങൾക്ക് ഇളവ് വേണമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റിയിൽ ആവശ്യം. എന്നാൽ പ്രായപരിധി മാനദണ്ഡത്തിൽ മാറ്റമില്ല എന്ന് പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. 24ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിന്റെ കരട് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് 75 വയസ്സായെന്ന പ്രായപരിധി മാനദണ്ഡത്തിൽ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് ഇളവ് നൽകണമെന്നാണ് ആവശ്യമുയർന്നത്. മുതിർന്ന നേതാക്കളുടെ അനുഭവ സമ്പത്ത് പ്രയോജനപ്പെടുത്തണമെന്നും വലിയൊരു നിര നേതാക്കൾ ഒന്നിച്ചൊഴിയുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും അംഗങ്ങൾ അഭിപ്രായമറിയിച്ചു. പോളിറ്റ് ബ്യൂറോയിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള 2 പേരടക്കം 4 യുവ നേതാക്കളാണ് കമ്മിറ്റിയിൽ ഈ ആവശ്യം ഉന്നയിച്ചത്. പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിച്ചാൽ 7 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഇത്തവണ ഒഴിയേണ്ടി വരും. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്തവണയും ഇളവുണ്ടാകുമെന്ന സ്ഥിരീകരണമുണ്ട്. 2-3 പേർക്ക് കൂടി ഇളവ് നൽകണമെന്ന ആവശ്യം ചില പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും നേരത്തെ ഉന്നയിച്ചതായാണ് വിവരം. എന്നാൽ പ്രായപരിധി മാനദണ്ഡത്തിൽ മാറ്റമില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞു. Central Committee has discussed the report on organization and adopted it, finalized it. Now all the documents for the party congress are ready now for that. ഒരു പാർട്ടിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നില്ല. They are only relieved from their position, but they will continue to work for the party.
പ്രായപരിധിയിൽ ഇളവ് നൽകുന്ന കാര്യത്തിൽ മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസിലായിരിക്കും അന്തിമ തീരുമാനമുണ്ടാകുക. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിന്റെ കരട് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചു. താഴെത്തട്ടിൽ പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കണം, പാർട്ടി അംഗങ്ങളുടെ ധാർമ്മിക ഗുണം ഉറപ്പാക്കണം, അംഗത്വം നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ കരട് റിപ്പോർട്ടിലുണ്ട്. കേരളം, പശ്ചിമ ബംഗാൾ, ത്രിപുര ഘടകങ്ങളിൽ അംഗത്വം വർദ്ധിച്ചതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട താമരശ്ശേരി രൂപതയുടെ ഇടയലേഖനത്തിനെതിരെ മന്ത്രി എ കെ ശശീന്ദ്രൻ. ഇടയലേഖനം ഏകപക്ഷീയമെന്നും കേന്ദ്ര സർക്കാരിനെ ബോധപൂർവം വിമർശിച്ചില്ല എന്നും മന്ത്രി പ്രതികരിച്ചു. സംസ്ഥാന സർക്കാരിനെയും വനം വകുപ്പിനെയും രൂക്ഷമായി വിമർശിക്കുന്നതാണ് താമരശ്ശേരി രൂപതയുടെ ഇടയലേഖനം. മനുഷ്യത്വരഹിതമായ വനനിയമങ്ങളാണ് കൊണ്ടുവരുന്നത്. വന്യജീവികളെ ശാസ്ത്രീയമായി നിയന്ത്രിക്കാതെ ജനവാസ മേഖലയിലേക്ക് ഇറക്കിവിടുകയാണ് എന്നും ഇടയലേഖനത്തിൽ വിമർശിക്കുന്നു. കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് വനം വകുപ്പിന് എന്നും വിമർശനമുണ്ട്. ഈ വിഷയത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. അതിലൊരു ഏകപക്ഷീയതയുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പരിഹാര നിർദ്ദേശങ്ങളുടെ ഭാഗത്ത് വരുമ്പോൾ കേന്ദ്ര നിയമങ്ങളെക്കുറിച്ചും അത് മാറ്റിയെടുക്കാൻ നടത്തേണ്ട ശ്രമങ്ങളെക്കുറിച്ചും ആ ഇടയലേഖനം ബോധപൂർവമായ മൗനം പാലിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. നമ്മുടെ സമൂഹത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും സമവായത്തിൻ്റെ പാത സ്വീകരിച്ച് മാർഗദർശനം നൽകേണ്ടത് ഇതുപോലുള്ള പ്രഗത്ഭമതികളായ സമൂഹത്തിലെ ഉന്നതന്മാർ സ്ഥാനത്തിരിക്കുന്ന ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവർക്ക് ആണ്. ഇടയലേഖനത്തെ വിമർശിച്ച മന്ത്രി വിഷയം ഗൗരവമുള്ളതാണെന്നും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നും വ്യക്തമാക്കി. 24 കോഴിക്കോട്. സംവരണ മണ്ഡലത്തിൽ മത്സരിച്ചതിന്റെ പേരിൽ താൻ നിരന്തരം വേട്ടയാടപ്പെട്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും പങ്കെടുത്ത വേദിയിലാണ് തുറന്നു പറച്ചിൽ. എന്നാൽ തങ്ങളുടെ കാലത്ത് ആരും കൊടിക്കുന്നിൽ സുരേഷിനെ വേട്ടയാടിയിട്ടില്ല എന്നായിരുന്നു വി.ഡി. സതീശന്റെ മറുപടി. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടത്തിയ ദളിത് പ്രോഗ്രസ് കോൺക്ലേവാണ് വേദി. ആദരവേറ്റുവാങ്ങിയ കൊടിക്കുന്നിൽ പ്രസംഗം ആരംഭിച്ചു. താൻ നിൽക്കുന്നത് വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. നിരവധി ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്. കാരണം തുറന്നു പറഞ്ഞാൽ വിവാദമായേക്കാം, ശത്രുക്കൾ കൂടിയേക്കാം. അതുകൊണ്ടാണ് പ്രസംഗം എഴുതിക്കൊണ്ടുവന്നത്. ഞാൻ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. പ്രസംഗിച്ചാൽ പലതും നമുക്ക് തുറന്നു പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട്, അതൊരു വിവാദമാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രസംഗം എഴുതിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇത്തരം വേദികളിൽ ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും. സംവരണ മണ്ഡലത്തിൽ 8 തവണ ജയിക്കാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ല. തന്നേക്കാൾ കൂടുതൽ കാലം MP ആയവരുണ്ട്. പക്ഷേ തന്നെ മാത്രമാണ് വേട്ടയാടുന്നത്. നമ്മളെക്കാൾ കൂടുതൽ പ്രാവശ്യം MP-മാരായിരുന്നവരുണ്ടെങ്കിലും അവരൊന്നും വിമർശനത്തിന് വിധേയമാകുന്നില്ല. എന്നെ മാത്രമാണ് അക്കാര്യത്തിൽ വേട്ടയാടുന്നത്. അത് വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് എന്ന കാര്യം ഈ അവസരത്തിൽ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. താനാണ് വീണ്ടും മത്സരിക്കാൻ കൊടിക്കുന്നിലിനോട് നിർദ്ദേശിച്ചത്. ഞങ്ങളുടെ കാലത്ത് ആരും കൊടിക്കുന്നിലിനെ വേട്ടയാടിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നമ്മൾ ലീഡർഷിപ്പിൽ വന്നതിന് ശേഷം അദ്ദേഹത്തെ ഒട്ടും വേട്ടയാടിയിട്ടില്ല. അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരനെ പോലെയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാതെ. SC/ST ജനവിഭാഗങ്ങൾക്കിടയിൽ തന്റെ പ്രവർത്തനം ഉയർത്തിക്കാണിക്കാൻ രമേശ് ചെന്നിത്തലയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പക്ഷേ വിമർശനങ്ങളോട് ചെന്നിത്തല മൗനം പാലിച്ചു. 24 തിരുവനന്തപുരം. പാലക്കാട് പട്ടാമ്പിയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. ഞാങ്ങാട്ടിരി VIP സ്ട്രീറ്റിലെ ജാസിം റിയാസാണ് മരിച്ചത്. കുളിക്കുന്നതിനിടെ വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് ഷോക്കേറ്റത്. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് നിന്ന്. ശ്രീത്ത്, എന്താണ് സംഭവിച്ചത്? ശ്രീത്ത്, ഒങ്ങല്ലൂർ മൗണ്ട് ഹിറ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു, 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി കുളിക്കാൻ വേണ്ടി ശുചിമുറിയിലേക്ക് കയറിയതാണ്. എങ്ങനെയാണ് ഷോക്കേറ്റതെന്നതിനെ കുറിച്ചൊരു പ്രാഥമിക വിവരം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അവിടെ ഏതെങ്കിലും തരത്തിൽ വയറിങ്ങിൽ പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. കുട്ടി ഷോക്കേറ്റ് വീണത് അറിഞ്ഞ് വീട്ടുകാർ തന്നെയാണ് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം പട്ടാമ്പിയിലെ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ എത്തിയപ്പോൾ കുറച്ച് ഗുരുതരമാണ് എന്ന് പറയുകയായിരുന്നു. പെട്ടെന്ന് തന്നെ വാണിയംകുളത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ കൊണ്ടുപോകും വഴി മരിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഈ കുട്ടി ഉമ്മയ്ക്കൊപ്പം ആണ് പട്ടാമ്പിയിൽ താമസിക്കുന്നതെന്നും മനസ്സിലാക്കുന്നു. എന്തായാലും കൂടുതൽ വിവരങ്ങൾ, എന്താണ് മരണകാരണം എന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. TK ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വളരെ വേദനാജനകമായ വാർത്തയാണ്. പട്ടാമ്പിയിലാണ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചത്. ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ട് മണിമുറ്റത്താവണിപ്പന്തൽ പരാമർശത്തിൽ
മന്ത്രി ആർ ബിന്ദുവിന് മറുപടിയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പരാമർശം ജനം പുച്ഛിച്ച് തള്ളുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം എറണാകുളം വാരപ്പെട്ടിയിലെ ആശാവർക്കർമാർക്ക് ഗ്രാമപഞ്ചായത്ത് 1500 രൂപ ഇൻസെന്റീവ് പ്രഖ്യാപിച്ചു. കേന്ദ്രമന്ത്രി അവരുടെ സമരപ്പന്തലിൽ സന്ദർശിച്ചപ്പോൾ മണിമുറ്റത്താവണിപ്പന്തൽ എന്നാണല്ലോ അവർ പാടിയത്. അവിടെ അവർക്ക് എന്താ ഈ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ലേ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ അണിനിരക്കുന്ന അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയാനൊന്നുമില്ല. കേന്ദ്രത്തോട് ആവശ്യങ്ങൾ പറയാൻ നട്ടെല്ല് വേണമെന്നായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം. തന്നെ ലക്ഷ്യം വെച്ച് മന്ത്രി നടത്തിയ വിമർശനത്തിന് സുരേഷ് ഗോപിയുടെ മറുപടി ഇങ്ങനെ: ഓരോരുത്തർ എന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കും, ഞാൻ അത് അതിന് കൊടുക്കേണ്ട പുച്ഛത്തോടെ തള്ളും. അതൊരു മന്ത്രിയാണ്, സംസ്ഥാനത്തെ മന്ത്രിയാണ്. ആയിക്കോട്ടെ, അവർക്കും വേണ്ടേ ഒരു എന്റർടൈൻമെന്റ്, അവരെ എന്റർടൈൻ ചെയ്യട്ടെ. എന്നാൽ ഓണറേറിയം കൂട്ടാൻ നടപടിയെടുക്കേണ്ടത് കേന്ദ്രമല്ലേ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ സുരേഷ് ഗോപി തയ്യാറായില്ല. മന്ത്രി ബിന്ദുവിന്റെ പരാമർശത്തിനെതിരെ ആശാ വർക്കേഴ്സും രംഗത്തെത്തി. 232 രൂപ വാങ്ങിക്കുന്ന ആശാ വർക്കർമാർ എങ്ങനെയാണ് കേന്ദ്രത്തിൽ പോയി ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്? അതിനാണ് ഒരു സംസ്ഥാന സർക്കാരിനെ ഇവിടെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ആവശ്യമുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്നും സമയാസമയം കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരത് ചെയ്യണം. ആക്ഷേപ പരിഹാസമൊക്കെ നിങ്ങൾ തുടർന്നോളൂ, അത് ജനങ്ങൾ വിലയിരുത്തിക്കൊള്ളും. ഞങ്ങൾക്കതേ പറയാനുള്ളൂ. കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ ആസൂത്രിതമായി നടക്കുന്ന സമരമാണിതെന്നായിരുന്നു CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ വിമർശനം. കേരളം സാമ്പത്തികമായി ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നൊരു സംസ്ഥാനമാണ്. അങ്ങനെ സാമ്പത്തികമായി ഞെരുക്കമുണ്ടായി സാമ്പത്തിക പ്രയാസം അനുഭവിക്കുമ്പോൾ അതിൻ്റെ മേലെ ഒരു പ്രതിസന്ധി കൂടി സൃഷ്ടിച്ചെടുക്കാൻ, ജനങ്ങളിൽ അസംതൃപ്തി വരുത്താൻ ആസൂത്രിതമായി നടക്കുന്നൊരു സമരമാണ് ഇപ്പോൾ ഈ ആശാ വർക്കർമാരുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരം. ഇതിനിടെ എറണാകുളം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ബജറ്റിൽ ആശാ വർക്കർമാർക്ക് 1500 രൂപ ഇൻസെന്റീവ് പ്രഖ്യാപിച്ചു. നാളെയാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാരുടെ കൂട്ട ഉപവാസ സമരം. 24 തിരുവനന്തപുരം, കൊച്ചി. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24-ന് ജനകീയ പ്രതിരോധ യാത്ര തുടരുകയാണ്. ജനഹൃദയങ്ങൾ കീഴടക്കിയ SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, celebrating partners, Joya Lucas, Jain deemed to be University Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Benny's Royal Tours Private Limited, Rich Max Finvest, G-Tech Computer Education, Milma, New Rajasthan Marbles. SKN40 കേരള യാത്രയെ നെഞ്ചോട് ചേർത്ത ആലപ്പുഴക്കാർ കൈചൂണ്ടിയിലാണ് ഇന്നത്തെ യാത്ര സമാപിച്ചത്. മാവേലിക്കരയും കായംകുളവും വലിയഴീക്കലും മണ്ണാർശാലയിലുമെല്ലാം ലഹരിവിരുദ്ധ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 100 കണക്കിന് ആളുകളാണ് എത്തിയത്. മക്കളുടെ എന്ത് പ്രശ്നം വന്നാലും അതിനെയൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന മാതാപിതാക്കളായ നാം ഭാവിയിൽ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന തിരിച്ചറിവ് നമുക്കിനിയും ഉണ്ടായിട്ടില്ലെങ്കിൽ കേരളം ഇപ്പോൾ പറഞ്ഞതുപോലെ 10% എന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ 300. കേരളത്തിലേക്കുള്ള ലഹരിയുടെ ഒഴുക്ക് ബംഗളൂരുവിൽ നിന്നാണെന്നും പുതുതലമുറയെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ ഒരുമിച്ച് പോരാടണമെന്നും 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. കേരളത്തിലേക്ക് ഈ ലഹരി മരുന്ന് എത്തിക്കുന്നതിൽ നമ്മുടെ മലയാളി സ്നേഹിതന്മാർക്ക് നല്ല റോളുണ്ട്. ബംഗളൂരു പോലെയുള്ള നഗരത്തിൽ പോയി വലിയ വലിയ ഇൻ്റർനാഷണൽ ഏജൻറ്റന്മാരിൽ നിന്ന് ഈ ലഹരി ഫ്ലൈറ്റ് വഴിയും ട്രെയിൻ വഴിയും അത് അല്ലാതെ കൊറിയർ വഴിയുമൊക്കെ എത്തിച്ചു തരുന്നത് ഇവർ തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രതീക്ഷ അർപ്പിച്ച് വളരുന്ന ഈ കുട്ടികൾ കൊലക്കത്തിയുമായി കയറി വരുമ്പോൾ അവന് നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കുമ്പോൾ ഇത് ഉമ്മയുടെ നെഞ്ചത്തോട്ടാണ് കയറുന്നതെന്ന് അവൻ ഒരിക്കലും അറിയുന്നില്ല. SKN40 ആലപ്പുഴ ജില്ലയിലൂടെ പര്യടനം തുടരുന്നതിനിടെ ലഹരി ഉപയോഗത്തിന്റെ ആശങ്കകൾ പങ്കുവച്ച് തീരദേശ ഗ്രാമങ്ങളിലെ അമ്മമാർ. വഴിയിൽ കാത്തുനിന്ന വീട്ടമ്മമാരാണ് ലഹരിക്കടിമകളായവരെ കുറിച്ചുള്ള വിവരങ്ങൾ 24-നോട് പങ്കുവച്ചത്. റിപ്പോർട്ട് കാണാം.
ആലപ്പുഴ ആറാട്ടുപുഴയിലെ വലിയഴീക്കൽ തീരദേശ ഗ്രാമം. SKN40 പര്യടന വിവരമറിഞ്ഞ വഴിയരികിൽ കാത്തുനിൽക്കുകയായിരുന്നു പ്രദേശത്തെ വീട്ടമ്മമാർ. SKന്റെ വാഹനം കൈകാണിച്ചു നിർത്തി. തീരദേശ ഗ്രാമങ്ങളിൽ ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന ദുരവസ്ഥകൾ അമ്മമാർ പങ്കുവച്ചു. സന്ധ്യ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പുറത്തോട്ട് വിടാൻ പോലും പേടിയാ. വൈകുന്നേരം 5 മണിയാകുമ്പോൾ ആദ്യം കയറുക. എങ്ങോട്ടാ ഏതാണെന്നറിയാൻ വയ്യാതെ ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട്. ലഹരി മരുന്നും ഈ കഞ്ചാവും ഇതൊക്കെ തന്നെ ഈ നാട്ടിലൊക്കെ ഉള്ളത്. ഈ കഞ്ചാവ് ഇത് നിർത്തലാക്കണം. കൂടുതലാണോ? ചീറ്റം വിളിച്ചൊക്കെയാ പോകുന്നത് ഇവിടെ. ഈ വണ്ടി പോകുന്നില്ല. അച്ഛോ കേട്ടിരിക്കാൻ പറ്റത്തില്ല. വിളിച്ചോണ്ടാ പോകുന്നത്. ഭയങ്കര തെറിവിളിയാ. കിടക്കാൻ പറ്റത്തില്ല. കൊച്ചു പെൺപിള്ളേർക്ക് കിടക്കാൻ പറ്റത്തില്ല ഇതിന്റെ അകത്ത്. മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ് ഇതെല്ലാമാണ് ഞങ്ങൾക്ക് നിർത്തറിയാവുന്നു. സത്യമായിട്ട് ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തോന്നിപ്പോകുന്നു. അത്രയ്ക്ക് കുഴയാണ്. എന്താ ചെയ്യണതറിയോ? ചൂലും എടുത്ത് ഇവിടെ നിൽക്കണം. അമ്മ അങ്ങോട്ട് പോകുമ്പോ തിരിച്ചു വരുമ്പോണ്ടല്ലോ നല്ല അടിച്ച് പരിച്ചു കൊടുക്കണം. മുളക് പൊടി സന്തോഷം. പടിഞ്ഞാറ് കടലും കിഴക്ക് കായലുമായി ഒറ്റപ്പെട്ട് കിടന്ന പ്രദേശമായിരുന്നു വലിയഴീക്കൽ. കൊച്ചിയുടെ ജെട്ടി, വലിയഴീക്കൽ പാലങ്ങൾ പൂർത്തിയായതോടെ യാത്രാമാർഗങ്ങൾ വർദ്ധിച്ചു. ലഹരിയുടെ വരവും ഈ വഴി കൂടിയതായാണ് പരാതി. അമ്മമാർ പങ്കുവച്ച വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് കൈമാറുന്ന റിപ്പോർട്ടിൽ വിശദമായി പരാമർശിക്കും. 24 ആലപ്പുഴ. ലഹരിക്കും അക്രമത്തിനുമെതിരെ ജനമനസ്സുണർത്തി 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരുടെ കേരള യാത്ര തുടരുകയാണ്. ലഹരിക്കെതിരെ അണിനിരക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ ആയിരങ്ങളാണ് വിവിധ കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടുന്നത്. ഇന്നും നാളെയും ആലപ്പുഴ ജില്ലയിലാണ് പര്യടനം. നാടും നഗരവും ഒഴുകിയെത്തുകയാണ് 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരുടെ കേരള യാത്രയിലേക്ക്. അരുത് ലഹരി, അരുത് അക്രമം എന്ന സന്ദേശം നാടാകെ ഏറ്റെടുക്കുന്നു. വിദ്യാലയങ്ങളിലും വീഥികളിലും ലഹരിക്കെതിരെ അണിചേർന്ന് തെക്കൻ കേരളം. ലഹരി തുടച്ചു നീക്കാൻ നിയമ സംവിധാനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പോടെയാണ് കേരള യാത്രയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായത്. നമുക്ക് ഈ ആപത്തിനെ നേരിട്ടേ മതിയാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിപുലമായ ക്യാമ്പയിനിലേക്ക് കടക്കുക. ഏപ്രിൽ മാസം തൊട്ട് വളരെ വിശദമായ ഒരു പ്രവർത്തനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. കർമ്മ പദ്ധതി മനസ്സിലുണ്ട്. ഒരു വലിയ വിപുലമായ കർമ്മ പദ്ധതിയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലായി കേരള യാത്ര 6 ദിവസം പിന്നിട്ടു. യാത്രയിൽ പ്രതിപക്ഷ നേതാവും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സാമുദായിക നേതാക്കളും പങ്കാളികളായി. ഈ ഒരു വിഷയത്തിൽ നടത്തുന്നതിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു കാര്യം അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റുള്ളൂ. 24 മണിക്കൂർ കൊണ്ട് പോലീസ് വിചാരിച്ചാൽ ഈ ലഹരി മാഫിയയുടെ വേറെ നിൽക്കാൻ കഴിയും. അതിനുള്ള ഇച്ഛാശക്തി ഭരണാധികാരികൾക്ക് വേണം. അപ്പോൾ മാർത്തോമാ സഭയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഞങ്ങളുടെ സഭയായിട്ട് ഏതെങ്കിലും രീതിയിൽ സഹായിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ ഞങ്ങളെല്ലാം ഇപ്പോഴും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ശ്രീനാരായണ ഗുരുദേവൻ അരുത് അരുത് എന്ന് നിർദ്ദേശിച്ച ആ മഹത്തായ ആശയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി നടത്തുന്ന സന്ദേശം വളരെയേറെ അഭിനന്ദനാർഹമാണ്. ഈ യാത്ര അഭിനന്ദനാർഹമാണ്. ലഹരിക്കും അക്രമത്തിനുമെതിരെ ജനകീയ പ്രതിരോധം തീർത്ത് SKന്റെ കേരള യാത്ര തുടരുകയാണ്. ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത യാത്ര ലോകത്തിനു മുന്നിൽ മലയാളത്തിന്റെ മാധ്യമ മാതൃക. ലഹരി മുക്ത കേരളം കീ, ലഹരി മുക്ത കേരളം കീ. ന്യൂസ് ഡെസ്ക് 24. 24നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമാന ദിനമാണ്. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് 100 വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയുടെ ഭാഗമായുള്ള 5ാമത്തെ വീട് കൈമാറിയിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ ആദ്യ വീട്. അതിൻ്റെ താക്കോൽദാനം ഇന്നാണ് നിർവഹിച്ചത്. മാവേലിക്കര മുള്ളിക്കുളങ്ങര സ്വദേശി സന്തോഷ് കുമാറിനും കുടുംബത്തിനുമാണ് വീട് കൈമാറിയത്. SKN40 വേദിയിൽ വെച്ചാണ് വീടിൻ്റെ താക്കോൽദാനം നടന്നത്. ആഗോള മലയാളികളെ ചേർത്ത് നിർത്തുന്ന 24 കണക്ട് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്നാണ് 100 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നത്. പദ്ധതിയിലെ 5ാമത്തെ വീടിന്റെ താക്കോൽദാനമാണ് SKN40 ആലപ്പുഴ ജില്ലാ പര്യടനത്തിനിടെ നടന്നത്. സന്തോഷ് കുമാർ, അനു ദമ്പതികൾക്കാണ് വീട് ലഭിച്ചത്. വളരെ നാളെ ഒരു വീട് നടന്ന് എൻ്റെ മക്കളുടെ കണ്ണീരിൻ്റെ ഒരു
ഫലം എനിക്ക് ഉണ്ടായി. അമ്മ കരയൊന്നും വേണ്ട, അമ്മയ്ക്ക് ചിരിക്കാൻ വേണ്ടിയല്ലേ ഈ വീടൊക്കെ വെച്ചത്. അപ്പോൾ കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനാണ് അമ്മ നന്ദി പറയേണ്ടത്. ഓട്ടോറിക്ഷ തൊഴിലാളിയായ സന്തോഷിന്റെയും കുടുംബത്തിന്റെയും വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് വീടെന്ന സ്വപ്നം പൂവണിഞ്ഞത്. പൊളിഞ്ഞു വീഴാറായ ഷെഡിൽ 2 പെൺകുട്ടികളുമായായിരുന്നു ഇക്കാലം അത്രയും ഇവർ കഴിഞ്ഞിരുന്നത്. സർക്കാരിന്റെ പല ഭവന പദ്ധതികളിലും അപേക്ഷിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഓട്ടോറിക്ഷ തൊഴിലാളികൾ വാഹന റാലിയായാണ് താക്കോൽദാന ചടങ്ങിനെത്തിയത്. പദ്ധതിയുടെ ഭാഗമായി കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ വീട് നിർമ്മാണം പുരോഗമിക്കുകയാണ്. 24 ആലപ്പുഴ. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്രയുടെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് കാണാം. അതിനായി 24ന്റെ SKN40 എന്ന കവറുള്ള യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജുകളിലും നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. നിങ്ങൾക്കതിൽ ഈ SKN40 യാത്രയുടെ പൂർണ്ണരൂപം ലഭ്യമാകും. IPL-ൽ മുംബൈക്കെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 156 റൺസ് വിജയലക്ഷ്യം. മുംബൈ ഇന്ത്യൻസ് 9 വിക്കറ്റ് നഷ്ടത്തിലാണ് 155 റൺസ് എടുത്തത്. അനിൽ വാസുദേവ് വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. അനിൽ, മുംബൈയുടെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? മത്സരത്തെ പൊതുവായി ഈ ഘട്ടം വരെ എങ്ങനെ വിലയിരുത്താം? ചെന്നൈയുടെ മറുപടി ബാറ്റിംഗ് തുടങ്ങിയോ അനിൽ? റിജിത, മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ടോട്ടൽ പടുത്തുയർത്താൻ സാധിച്ചോ എന്ന് ചോദിക്കുമെങ്കിൽ അത് സംശയമാണ്. കാരണം 155 എന്ന സ്കോറ് ചെന്നൈയെ പോലെ ഒരു കരുത്തുറ്റ ടീമിന് മുന്നിൽ ചെറിയ സ്കോർ തന്നെയാണ്. 9 വിക്കറ്റ് നഷ്ടത്തിലാണ് മുംബൈ 155-ലെത്തിയത്. ആദ്യ ഓവറിലെ 4-ാം പന്തിൽ തന്നെ രോഹിത് ശർമ്മയെ 0-ന് നഷ്ടമായി. അവിടെ നിന്ന് ഒരു ഘട്ടത്തിൽ പോലും വലിയ വെല്ലുവിളി ചെന്നൈക്ക് ഉയർത്താൻ മുംബൈക്ക് സാധിച്ചില്ല. ആകെ തിലക് വർമ്മയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെയും അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് മാത്രമാണ് ഓർത്തുവെക്കാനുള്ളത്. ഒടുവിൽ കഴിഞ്ഞ സീസൺ വരെ ചെന്നൈക്കായി കളിച്ചിട്ടുള്ള ദീപക് ചഹാറിൻ്റെ ഒരു തകർപ്പൻ ഇന്നിങ്സ് പുറത്താകാതെ 28 റൺസ് നേടിയ ആ ഇന്നിങ്സാണ് മുംബൈയെ 150 കടത്തിയത്. 9 വിക്കറ്റ് നഷ്ടത്തിൽ അങ്ങനെ 155-ലെത്തി മുംബൈ. ചെന്നൈക്കായി 4 വിക്കറ്റ് എടുത്ത നൂർ അഹമ്മദാണ് തിളങ്ങിയത്. ഒപ്പം തന്നെ ഖലീൽ അഹമ്മദ് 3 വിക്കറ്റും വീഴ്ത്തി. ഇനി ഈ സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ തക്കവണ്ണം മുംബൈക്ക് സാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ട്രെന്റ് ബോൾട്ടിൻ്റെ കരങ്ങളിലേക്കാണ് മുംബൈ പ്രത്യേകിച്ച് നോക്കുന്നത്. ജസ്പ്രീത് ബുംറ ഇല്ലാത്ത സാഹചര്യത്തിൽ ട്രെന്റ് ബോൾട്ട് ഉണർന്ന് കളിച്ചേ മതിയാവും. ഒപ്പം തന്നെ പുതുമുഖ താരങ്ങളും മുംബൈക്കായി പൊരുതി കളിക്കണം. എന്നിരുന്നാൽ മാത്രമാണ് IPL-ലെ എൽ ക്ലാസിക്കോ എന്ന് പോലും വിശേഷമുള്ള ഈ പോരിൽ അഭിമാന പോരാട്ടത്തിൽ മുംബൈക്ക് ജയിച്ചു കയറാൻ സാധിക്കുള്ളൂ. റിജിത്ത്.